അടിപൊളി കേട്ടോ. ചൂടുണ്ടോ? നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇതുവഴി വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുവഴിയായിരിക്കും സ്ലറി വരുന്നത്. സ്ലറി ഒരു ക്യാപ്പ് വെച്ച് അടച്ചു വെച്ചിരിക്കും, നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് ചെടികളൊക്കെ പൂത്ത് നല്ല രീതിയിൽ നിൽക്കൂലേ. പിന്നെന്താ, ചെടികൾ മാത്രമല്ല പച്ചക്കറികൾ, ഇതിനകത്ത് വരുന്ന പച്ചക്കറി കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ടേസ്റ്റ് വ്യത്യാസം, വാങ്ങുന്ന പച്ചക്കറിയേക്കാൾ നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് കുറച്ച് മുമ്പ് വേസ്റ്റ് ഇട്ടതിന്റെ കുറച്ച് പെൻഡിങ് നിൽപ്പുണ്ടായിരുന്നു, അതാണ് വരുന്നത്. എപ്പോഴും നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ഇടുമ്പോഴായിരിക്കും ഈ ഒരു സ്ലറി പുറത്തേക്ക് വരുന്നത്. ചേട്ടാ, ഇതുപോലുള്ള ബയോഗ്യാസ് പ്ലാന്റ് വേറെ എങ്ങും കാണത്തില്ലല്ലേ? ഇല്ല, ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതെ അതെ. ഏകദേശം ഒരു 4-5 സെന്റ് വീടുള്ളവർക്കാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റിയ സംഭവം. എന്താ 4-5 സെന്റ് സ്ഥലം മാത്രമല്ല, പറമ്പ് മൊത്തം വീടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെറസിൽ വേണമെങ്കിൽ സാധനം വെക്കാം. അവിടെ വെക്കല്ലേ? പിന്നെന്താ, അത്രയും യൂസ്ഫുൾ ആയിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ? എന്റെ വീട്ടിൽ ഒരുപാട് അടുക്കള വേസ്റ്റ് വരുന്നുണ്ടോ? ആ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഗ്യാസും കിട്ടും, സ്ഥലവും വൃത്തിയായി കിടക്കും, എല്ലാം കിടക്കൂലേ? അതെ അതെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അത് തന്നെയാണ്, നമ്മുടെ പരിസര ശുചിത്വമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. നമുക്ക് പിന്നെ LPG പറ്റി ചിന്തിക്കേണ്ട. ഇപ്പൊ LPG കൂടി വരുമല്ലേ, വീട്ടുകാർക്കൊക്കെ നല്ല ആശ്വാസമായിരിക്കും. അതെ അതെ, കുറച്ച് സ്ഥലം മാത്രം മതിയില്ലേ പ്ലാന്റ് വെക്കാൻ വേണ്ടി? 1 മീറ്ററിനകത്ത് സ്പേസ് മതി. ഒരു 90 സെന്റിമീറ്റർ സ്ഥലം മുതൽ നമുക്ക് ഈ പ്ലാന്റ് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ഇതിൽ ഒരു ഓസും വരും, ഒരു അടുപ്പും വരും അല്ലേ? അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഒന്ന് ജസ്റ്റ് മൊത്തത്തിൽ പരിചയപ്പെടുത്തി തരാവുന്നു. പിന്നെന്താ, എങ്ങനെ അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു? തീർച്ചയായിട്ടും നോക്കാം. ഇത് തന്നെ ഒരു ഇൻലെറ്റ് ചേമ്പർ ആണ്. ഇതുവഴിയാണ് നമ്മുടെ മാലിന്യം, ഏതൊക്കെ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് ആണ് മെയിൻ ആയിട്ട് അത് ഉപയോഗിക്കാൻ വരുന്നത്. പച്ചക്കറി, ഫിഷിന്റെ കട്ടിംഗ് വേസ്റ്റ്, മീറ്റ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാൻ പറ്റും. ഇതിനകത്തിടല്ലേ? അതെ അതെ, ഇതൊരു മീഡിയം ഡ്യൂട്ടി പ്ലാന്റ് ആണ്. ഒരു ദിവസം ഒരു 5 കിലോഗ്രാം വരെ വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇടാം. ഒരു 6 അംഗങ്ങൾ ഒരു ഫാമിലിക്ക് നമുക്ക് ഇത് ആപ്റ്റ് ആണ്. വേസ്റ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തിനകത്തേക്ക് ഒഴിക്കുക. ഇതിനകത്ത് ഇത് താഴെ ഇതിൻ്റെ ഒരു ഡൈജസ്റ്റർ പോർഷനിലേക്ക് ചെന്നിട്ട് പ്രവർത്തനങ്ങളെല്ലാം നടന്ന് ഡൈജഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ട് സ്ലറി ആയിട്ട് നമുക്ക് 2 ബൈ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഒന്ന് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ജൈവവളം, മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഗ്യാസ്. അപ്പോൾ ജൈവവളം നമുക്ക് കോരി എടുക്കേണ്ടതോ അങ്ങനത്തെ ഒരു ആവശ്യവും വരുന്നില്ല. വെറും വെള്ളം പോലെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരുവാണ്. അത് മാത്രമല്ല, ഇതിട്ട് കലക്കേണ്ട ആവശ്യമോ തിരിക്കേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല. ഇതിനകത്ത് സെൽഫ് അജിറ്റേറ്റിംഗ് മെക്കാനിസമാണ്. ഓക്കെ ചേട്ടാ, ഇത് ഹൈബ്രിഡ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് പണ്ടുള്ള മോഡലുകളിനകത്ത് വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു, ഫ്ലോട്ടിംഗ് ഡോം തന്നെ. അതിനകത്ത് കൊതുക് ശല്യമാണ് അതിനകത്തുള്ള മെയിൻ ഡ്രോബാക്ക്. കുറെ ഗുണങ്ങളുണ്ട് അതിന്, എന്നാലും കൊതുക് ശല്യമാണ് അതിന്റെ ഒരു ഡ്രോബാക്ക്. അതുപോലെ തന്നെ കൊതുക് ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് അതിനെ കൺസീൽ ചെയ്തു. അന്നേരം വന്നിട്ടുള്ള അതിനും കുറച്ച് പോരായ്മകൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഈ പോരായ്മകളെല്ലാം നീക്കം ചെയ്ത് 2 പ്ലാന്റിന്റെ ഗുണങ്ങൾ മാത്രം ഒന്നിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഹൈബ്രിഡ് ബയോഗ്യാസ്. അതെ അതെ, അങ്ങനെയാണെങ്കിൽ കാരണം ഇതിന്റെ അപ്പുറത്ത് വേറെ ബയോഗ്യാസ് പ്ലാന്റ് ഇനി ഇല്ല പറയല്ലേ? ആർക്കെങ്കിലും ഇത് ആഗ്രഹിച്ചു കഴിഞ്ഞാലേ നമ്മുടെ കേരളം ഒട്ടുമിക്ക ആൾക്കാർ ഇത് കാണുന്നുണ്ടായിരിക്കും. അവർക്ക് ആരെങ്കിലും ഇത് ആഗ്രഹിച്ചത് എങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും? ഇത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുക്കും. കേരളത്തിന് പുറത്താണെങ്കിൽ നമ്മൾ കൊറിയർ വഴി എത്തിക്കും. കേരളത്തിനകത്താണെങ്കിൽ നമ്മുടെ ഓൺ കമ്പനിയുടെ സ്റ്റാഫ് തന്നെ അവിടെ വീട്ടിൽ ചെന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ എല്ലാം കൊടുക്കും. ഒരു 10 വർഷം വരെയുള്ള സർവീസും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നു. അതെ അതെ, കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വിഷമിക്കേണ്ട, നിങ്ങളൊന്ന് പരിഹരിച്ചു. തീർച്ചയായിട്ടും കൊണ്ടുവച്ചിട്ട് പോകുന്നതല്ല, നമ്മൾ കൈ കഴുകുമല്ല. 10 വർഷം വരെ ഞങ്ങളുടെ സേവനം നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, നമ്മൾ സ്ലറി വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ എങ്ങനെയാണ്? പിന്നെന്താ, ഇതുവഴി വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുവഴിയായിരിക്കും സ്ലറി വരുന്നത്. സ്ലറി ഒരു ക്യാപ്പ് വെച്ച് അടച്ചു വെച്ചിരിക്കും, നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് ചെടികളൊക്കെ പൂത്ത് നല്ല രീതിയിൽ നിൽക്കൂലേ? പിന്നെന്താ, പച്ചക്കറികൾ, ഇതിനകത്ത് വരുന്ന പച്ചക്കറി കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ടേസ്റ്റ് വ്യത്യാസം, വാങ്ങുന്ന പച്ചക്കറിയേക്കാൾ നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് കുറച്ച് മുമ്പ് വേസ്റ്റ് ഇട്ടതിന്റെ കുറച്ച് പെൻഡിങ് നിൽപ്പുണ്ടായിരുന്നു, അതാണ് വരുന്നത്. എപ്പോഴും നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ഇടുമ്പോഴായിരിക്കും ഈ ഒരു സ്ലറി പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം അവിടെ വേസ്റ്റ് ഇട്ടതുകൊണ്ടാണ് സ്ലറി ഇവിടെ വന്ന് നിന്നത്. ഈ കാണുന്ന സിലിണ്ടർ അല്ലേ, കുറച്ച് മുമ്പ് ഇവിടെ ഇരുന്നായിരുന്നല്ലേ, ഇത് പെട്ടെന്ന് താന്നത്? നമ്മളവിടെ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കില്ല അടുക്കളയിൽ. ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് ഇതിന്റെ ലെവൽ താന്ന് വരും. ഇപ്പൊ ഒരു 50% ആയിട്ടുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ് 50 മിനിറ്റ് കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് ഇനിയും ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ അറിയാൻ പറ്റുന്നുണ്ട് തന്നെ ഇനി എത്ര സമയം കുക്ക് ചെയ്യാമെന്ന് നമ്മൾ വീട്ടമ്മയ്ക്ക് ഒരു ഐഡിയ. അതെ അതെ, നമ്മളെ ഗ്യാസ് ഇതിനകത്ത് എന്തുമാത്രം ഗ്യാസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റില്ലേ? മെയിൻ പ്രത്യേകത. അതെ അതെ, സാധാരണ കൺസീലിനകത്ത് എത്ര ഗ്യാസ് ഉണ്ട്, ബാക്കി ഇനി എത്ര ഉണ്ട്, എത്ര ഉപയോഗിച്ചൊന്നും അറിയാനായിട്ട് സാധിക്കത്തില്ല. ഇതിൽ അതെല്ലാം പറ്റും. അടിപൊളി, ഇതിനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നില്ലേ? അതെ അതെ, പഴയ നമ്മൾ കൈ കിട്ട ഇളക്കണം, അല്ലെങ്കിൽ ടോപ്പ് ഇട്ട് കറക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. ഇതിനകത്ത് ഒന്നും വേണ്ട. അതെ, സ്ലറി എടുത്ത് ചെടിക്ക് ഒഴിക്കുക. അത്രേ ഉള്ളൂ. 10 വർഷത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. 10 വർഷം തിരിഞ്ഞു നോക്കണ്ട. അതെ, ഓക്കെ.
എടാ എന്നെ തൊട്ട് മൂലി കാണുന്ന ഇതൊന്നും ഒരു വാൽവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതായത് ഇതിനകത്തിരുന്ന ഗ്യാസ് നമ്മൾ ഈ ഒരു വാൽവ് വഴിയാണ് പുറത്തേക്ക് എടുത്ത് ഈ ഒരു ഹോസ് കണക്ഷനിലൂടെ നമ്മൾ സ്റ്റൗവിൽ എത്തിക്കുന്നത്. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊരു 30-40 മീറ്റർ വരെ ഒരു കുഴപ്പമില്ലാതെ പോകും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റവ് സാധാരണ LPG കൺവേർട്ട് ചെയ്തെടുക്കുന്ന സ്റ്റവ് അല്ല, നമ്മൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഹൈ പ്രഷർ സ്റ്റവ് ആണ്. പ്രത്യേക സ്റ്റവ് ആണ് ഉപയോഗിക്കുന്നില്ലേ? ഒരു പ്രത്യേക ഡിസൈൻ ആണല്ലേ? അതെ, അതുകൊണ്ട് തന്നെ എന്താ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 5-8 കൊല്ലം ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് നടത്തി ഉപയോഗിക്കാൻ പറ്റും. മറ്റുള്ള സ്റ്റൗകളാണെങ്കിൽ നമുക്ക് ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതെ അതെ അതെ. അന്നേരം നമുക്ക് ഒരു വീടിന്റെ ഏതെങ്കിലും മൂലയെ കൊണ്ടുവച്ചാൽ മാത്രം മതി. ഇതാണ് ഓസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോകാം. ഈസി ആയിട്ട് ചെയ്യാം. അതെ അതെ, പറ്റും. അന്നേരം ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ്, ഹൈബ്രിഡ് ബയോഗ്യാസ് പ്ലാന്റ് ഇല്ലേ? ഹൈബ്രിഡ് ബയോഗ്യാസ് പ്ലാന്റ്. അതെ അതെ. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് പാവൂർ ബയോഗ്യാസ് എന്നാണ്. നമ്മുടെ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അവൈലബിൾ ആണ്. അന്ന് നമ്മൾ ലൊക്കേഷൻ ആണ്, നമ്മുടെ ശരിക്കും ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ്, പക്ഷേ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതാണ്. അന്നേരം എല്ലാവരും ചറപറാന്ന് വിളിച്ചോ. നിങ്ങളെ വീട്ടിൽ ഒരെണ്ണം വെക്കുന്നത് നല്ലതായിരിക്കില്ലേ? പിന്നെന്താ, ഈ പറഞ്ഞ കണക്കുള്ള ഒരു ശല്യങ്ങളും ഇല്ല. ഞാൻ വേറെ കാര്യം വേണ്ടതാ, ഈ ഇരിക്കുന്ന സിലിണ്ടർ ഉണ്ടോ, ഇത് തൊട്ടിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 മാസം ഇത് എടുത്തിട്ട് അതെല്ലാം മാറാല പിടിച്ചിരിക്കുക, മാറ പിടിച്ച് തുരുമ്പായിരിക്കുക. ഇത് കാലിയാണ്, പക്ഷെ ഇത് സാധനം ഉണ്ട്, എടുക്കുന്നില്ല ഇവിടെ, എടുക്കുന്നില്ല. കാരണം ഇതാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലെ എല്ലാ പാചകവും നടക്കും. 2000 രൂപ ഒരു മാസം ലാഭമുണ്ട്. പിന്നെ തെളിവാണ് ഈ 2 സിലിണ്ടർ പിടിച്ചിരിക്കുന്നുണ്ടോ, തുരും പഠിച്ചിരിക്കുക തൊടില്ല. രാവിലെ നടക്കാൻ പോകുമ്പോൾ വേസ്റ്റ് കൊണ്ട് നടക്കുകയും വേണ്ട. അതാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ വേസ്റ്റ് കൊണ്ടുവിടുന്നത് ഭയങ്കര വൃത്തിയുടെ കാര്യമാണ്. ശല്യം അതൊക്കെ ഒരുപാട് ഒഴിവാക്കാം വെച്ച് കഴിഞ്ഞാൽ. ഞാൻ വേറെ ശല്യങ്ങളൊന്നും ഇല്ല അല്ലേ? പാമ്പോ ചേരയോ ഒന്നും കേറില്ല. ഇതിനകത്ത് വേസ്റ്റ് നമ്മൾ പറമ്പിൽ തള്ളുമ്പോഴാണ് മെയിൻലി അവിടെ എലി വരുന്നത്. എലിയെ പിടിക്കാനാണ് ഈ പാമ്പ് വരുന്നത്. അപ്പൊ ആ ശല്യങ്ങളെല്ലാം ഇതുകൊണ്ട് ഒഴിവാക്കാം. ഇല്ല, കാരണം കൊതുക് വരത്തില്ല. അത് മെയിൻ കാരണം ബയോഗ്യാസ് പ്ലാന്റ് ആകുമ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണും, വെള്ളവും കാണും. പിന്നെ ഇതിനകത്ത് വരത്തില്ല, സീൽഡ് ആണ്. അതെ, കൺസീൽഡ് പ്ലാന്റ് ആണ്. ചേട്ടാ ഇതാ നമ്മള് സ്റ്റൗ ഇല്ലേ? വെറൈറ്റി ഐറ്റം തന്നെ ഇല്ലേ? ഇതാരാ ഡിസൈൻ ചെയ്തത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് റിഫ്രാക്ടറി ബ്രിക്ക് ആണ്. അതായത് ഇതിനകത്ത് അലൂമിനിയം കണ്ടന്റ് വരുന്ന ബ്രിക്ക് ആയതുകൊണ്ട് തന്നെ ഇത് സാധാരണ ഒരു കട്ടയ കാര്യങ്ങളല്ല, നല്ല വെയിറ്റ് ആണ്. ഏകദേശം 5-8 കിലോ വെയിറ്റ് വരുന്ന ഒരു സാധനമാണ്. ഓ, അത്രയും വെയിറ്റ് ഉണ്ടല്ലേ? പിന്നെ ഇത് പൊക്കുമ്പോഴേ എന്റെ വെയിറ്റ് അറിയത്തുള്ളൂ. അതുകൊണ്ട് താഴെ വീണ പൊട്ടിയോ അല്ലെങ്കിൽ ചൂട് കൊണ്ട് പൊട്ടിയോ കാര്യങ്ങളും ചെയ്യത്തില്ല. ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതിന്റെ പുറമെ ചൂട് വരില്ല. ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എടുത്ത് ഇവിടെ എല്ലാം തൊട്ട് നോക്കിയാലും ചൂടുണ്ടാവത്തില്ല. അത് മാത്രമല്ല, ഈ ട്യൂബിനകത്ത് എന്തെങ്കിലും കണ്ടൻസേറ്റ് വരുവാണെങ്കിൽ അതെല്ലാം ഈ കട്ട അങ്ങ് പിടിച്ചെടുത്തോളൂ. അതെ, അതുകൊണ്ട് തന്നെ സാധാരണ ബയോഗ്യാസ് പ്ലാന്റിലെ സ്റ്റൗവിനകത്ത് വെള്ളം കയറി ഡാമേജ് ആവുന്ന പ്രശ്നങ്ങളൊന്നും ഇതിനങ്ങനെ വരാം. ഓക്കെ, നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ ഡയറക്റ്റ് വരുന്ന ഓസ് അല്ലേ? അതെ അതെ. ഓക്കെ, നമ്മൾ കത്തിച്ചാലോ? പിന്നെന്താ, കത്തിച്ച് നോക്കാം. നല്ല ഫ്ലെയിം ആയിരിക്കും അല്ലേ? നമ്മൾ കത്തിച്ച് നോക്കാം, പറയേണ്ട ആവശ്യമില്ല. അടിപൊളി കേട്ടോ, ചൂട് വേണോണ്ടാ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. കൊള്ളാം, നല്ല ഫ്ലെയിമാണ്. സാധാ ഒരു ബർണർ വലിയ ബർണർ ആയിരിക്കും വരുന്നത്, ഇത് ചെറിയൊരു ബർണറാണല്ലേ? ഇതിന്റെ ആവശ്യമേ ഉള്ളില്ലേ? ഇതിന്റെ ആവശ്യമുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പല അടുക്കളയിലും സ്പേസിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വലിയ ബർണർ കൊടുത്തു കഴിഞ്ഞാൽ LPG എടുത്ത് വെക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് സൈഡിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും. അവിടെ ഉപയോഗങ്ങൾ, ബാക്കിയുള്ള ഉപയോഗങ്ങൾ നടക്കുകയും ചെയ്യും. കാരണം ഇത് നമുക്കൊരു 1-2 മണിക്കൂറാണ് ഒരു ദിവസം ഉപയോഗിക്കാൻ കിട്ടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ബാധ്യത ആവരുതാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കോമ്പാക്ട് ആയിട്ട് ഡിസൈൻ ചെയ്തത്. അതെ, ഒരു മൂല ഒതുക്കി വെക്കാം, ആർക്കും ശല്യം ഇരിക്കും. അതെ പറഞ്ഞത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഏകദേശം 1-1.5 മണിക്കൂർ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എത്ര ലിറ്റർ കപ്പാസിറ്റി ഉള്ള വരുന്നുണ്ട്? നമുക്ക് 2 കിലോ കപ്പാസിറ്റി, അതാണ് ലൈറ്റ് ഡ്യൂട്ടി പ്ലാന്റുകൾ വരുന്നത്. പിന്നെ ഒരു മീഡിയം ഡ്യൂട്ടി പ്ലാന്റ് വരുന്നുണ്ട്, ഒരു 6 മെമ്പേഴ്സ് വരുന്ന വീട്ടിലേക്ക്. അതാണ് നമ്മളിപ്പം കണ്ടതും. 5 കിലോ വേസ്റ്റ് അതിനകത്ത് ഇടാൻ പറ്റും. 5 കിലോ. പിന്നെ അതിൽ കൂടുതൽ വേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി പ്ലാന്റുകളും വരുന്നുണ്ട്. അതിൽ 8 കിലോ വരെ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് സാധിക്കും. നമുക്ക് ഇത് എന്ത് കോസ്റ്റ് വരും ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ? ഇപ്പൊ ലൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ഒരു 26,000 രൂപയും, മീഡിയം ഡ്യൂട്ടി ഒരു 32,000, ഹെവി ഡ്യൂട്ടി ഒരു 38,000 രൂപ. ഡെലിവറി ചാർജ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. സ്റ്റവ്, ഫിറ്റിംഗ്സ്, ഇൻസ്റ്റാളേഷൻ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. കേരളത്തിൽ എവിടെയെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ട് സെറ്റ് ചെയ്ത്. അന്നേരം ഒരു ഫോൺ കോളിന് ആവശ്യം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഒരു ഫോൺ കോൾ നമ്മൾ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, എനിക്ക് അടുപ്പ് ഇഷ്ടപ്പെട്ടോ, നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ട്. ആവശ്യം കഴിഞ്ഞാൽ ആ മൂലട്ടാണെങ്കിൽ ഒതുക്കിയും വെക്കുകയും ചെയ്യാം. അതെ, അതാണ് എന്റെ പ്രത്യേകത. അതെ, ഓക്കേട്ടാ. നമ്മള് സാധാരണക്കാരായിരിക്കും വെക്കുന്നത്, അവർക്ക് ഇതിനകത്ത് വലിയ ഐഡിയാസ് ഒന്നും കാണത്തില്ല. അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മൾ പ്ലാന്റ് സ്ഥാപിച്ച് അങ്ങ് പോവല്ല ചെയ്യുന്നത്. ആദ്യം ഇത് ഉപയോഗിക്കേണ്ട രീതികൾ, കാര്യങ്ങളെല്ലാം അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇല്ലാത്ത ഒരാൾക്കാണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ പ്ലാന്റിനകത്ത് ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗ രീതികളെല്ലാം അതിനകത്ത് വിശദമായിട്ട് കിട്ടും. QR കോഡ് സ്കാൻ ചെയ്യുക, എന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് അറിയാൻ പറ്റില്ല, എല്ലാം അറിയാൻ പറ്റും. കംപ്ലീറ്റ് അതിനകത്തുണ്ട്, ട്യൂട്ടോറിയൽ എല്ലാം അതിനകത്ത് കിട്ടും. ഓക്കേട്ടാ. നമ്മൾ നേരത്തെ ബയോഗ്യാസ് പ്ലാന്റില്ലേ, ആ പ്ലാന്റ് നിർമ്മിക്കുന്ന ഇവിടെയാണ് കേട്ടോ. ഇതെന്താണ് സംഭവം? ഇതാണ് നമ്മുടെ ഇതിന്റെ ബോഡിയുടെ മാനുഫാക്ചറിംഗ് ആണ് നടക്കുന്നത്. ഫൈബർ ഗ്ലാസ് വെച്ചിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിന്റെ ഡൈ ആണ് ഈ കാണുന്നത്. അതിന്റെ ഡൈ ആണ്, ഇതിനകത്ത് വെച്ചാണ് ഈ സാധനം മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഇതിന്റെ കുറച്ച് കെമിക്കൽ പ്രോസസ് എല്ലാം വരുന്നുണ്ട്. അത് ചെയ്യുന്ന ടെക്നീഷ്യന്മാരാണ് ഇവരെല്ലാരും. ഈ സംഭവം എന്താണ് ഈ വെക്കുന്നതൊക്കെ? ഇതാണ് ഫൈബർ മാറ്റ് ആണ്. അടുത്തോ
ഇതിന്റെ ഫൈബർ മാറ്റ് ആണ് ഇത്. ആ. ഈ ഒരു മാറ്റ് വെച്ചിട്ടാണ് ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇളക്കുമ്പോൾ ഈ സംഭവമാണ് കാണുന്നത് ഇല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഇതിന് ഇപ്പം ഫ്ലെക്സിബിൾ ആണ് ഇല്ലേ? ഇത് ഫ്ലെക്സിബിൾ ആണ്. ഇതിനകത്ത് റെസിൻ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഹാർഡ് ആവുകയാണ് ചെയ്യുന്നത്. അതല്ലേ സത്യം പറയാം, അത്യാവശ്യം നല്ലൊരു പണിയുണ്ട്. നല്ല പണിയുണ്ട് ഇതിനകത്ത്. അത് മാത്രമല്ല ഈ ഒരു മെറ്റീരിയൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡ്യൂറബിൾ ആണ്. 25-30 കൊല്ലം ആയാലും ഇത് ദ്രവിച്ചു പോയോ തുരുമ്പിച്ചു പോയോ ഒന്നും ചെയ്യുന്നില്ല. സാധാരണക്കാർക്ക് ഫൈബർ എന്ന് പറയുന്ന സാധനമാണ് ഈ കാണുന്നില്ല. സാധാരണ അങ്ങനെ അറിയത്തുള്ളൂ ഫൈബർ എന്ന് പറയുന്നത്. ഫൈബർ ഓക്കെ. ഫൈബർ നാരാണ് ഈ കാണുന്നത്. അതിനകത്ത് പല കെമിക്കൽസ് അടിച്ചാണ് ഈ കാണുന്ന വലിയ ബർണസ് പോലെ ആക്കി എടുക്കുന്നത്. അതെ അതെ. ഇതെല്ലാം ജോയിന്റ് ചെയ്ത് ചെയ്യുന്നതാണ് നമ്മൾ അവിടെ കണ്ട വെസൽ. ഓക്കെ 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 ഓക്കെ. ചേട്ടാ ഇവിടെ എന്താ ചെയ്യുന്നത് ഈ സംഭവം? ആ മാറ്റ് ഇട്ടിട്ടുള്ള കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. റെസിൻ കോട്ടിംഗ് കൊടുക്കുവാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് ഈ രണ്ട് പീസും കൂടെ ഒന്നിപ്പിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാവുന്നത്. ഇത് ഒന്നിച്ചതാണ്. ഇതിനകത്ത് മാറ്റ് ഇട്ടിട്ടില്ല. ഇത് ഡോമിന്റെ ആണ്. ആ ഒരു സെക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കണ്ടതാണ് നേരെ ഇവിടെ കാണുന്നത്. ഇത് രണ്ടും ഒന്നിപ്പിച്ചിട്ട് ഇതിനകത്ത് വീണ്ടും ഒരു കോട്ടിംഗ് കൊടുക്കുവാണ്. കോട്ടിംഗ് കൊടുത്ത് സ്ട്രെങ്തൻ ചെയ്തിട്ട് മോൾഡിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കുന്നതാണ്. അതിനകത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവാണ്. ഇതിനകത്ത് ഇനി എല്ലാം ഫിനിഷിംഗ് കിടക്കുവാണ്. ഇതിനകത്ത് നമ്മൾ ഇതിൽ വാഷ് ചെയ്ത് വാക്സ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്താണ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ. ഇത് ഈ രൂപത്തിലാക്കി എടുക്കാൻ എത്ര ദിവസം എടുക്കും? ഇത് ഒരു പ്ലാന്റ് എടുക്കാൻ നമുക്കിപ്പം ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഒരു ദിവസം തന്നെ 4-5 പീസ് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പേടിക്കേണ്ട. സംഭവം ഓർഡർ കൊടുത്ത് എങ്ങനെ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാൻ പറ്റില്ല. വിത്തിൻ 1 വീക്കിൽ നമുക്ക് സൈറ്റിൽ കേരളത്തിൽ എവിടെയും നമ്മൾ കൊണ്ടെത്തിച്ചു കൊടുക്കും. ഒരാഴ്ച കൊണ്ട് സംഭവം. നിങ്ങൾ എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പം ഈ സ്ഥാപനത്തിൽ? നമുക്ക് ഏകദേശം 20ഓളം സ്റ്റാഫുകളുണ്ട്. 20ഓളം സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. അന്നേരം ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് അല്ലേ? ഇതിനകത്തിന് ചെക്ക് ചെയ്യാനുണ്ട്, ലോഡ് കയറ്റി ടെസ്റ്റ് ചെയ്യൽ കാര്യങ്ങളൊക്കെ. ഇത് സീൽ ചെയ്തിരിക്കുവാണ്. നമുക്കിപ്പം തുറക്കണമെങ്കിൽ പാടാണ്. ഇതിനകത്തിന് കുറച്ച് പരിപാടികളും കൂടെ ചെയ്യാനുണ്ട്. നമ്മുടെ കുറച്ച് സീക്രട്ട് പോയിന്റുകളൊക്കെ ഇതിനുള്ളിലാണ് ഇരിക്കുന്നത്. കറക്കാനുള്ള സംഭവം ഇതിനകത്തൊന്നും ഇല്ല. സെൽഫ് അജിറ്റേഷൻ ആണ് ഇതിനകത്ത് നടക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അത് മാത്രമല്ല ഇതിനകത്ത് ഗ്യാസ് കൂടുതൽ കിട്ടാനുള്ള പല ടെക്നിക്കുകളും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല വ്യക്തമായിട്ട് ഇതായിട്ട് നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നോർമൽ ബയോഗ്യാസ് പ്ലാന്റിൽ കിട്ടുന്നതിലും കൂടുതൽ ഗ്യാസ് കിട്ടാനുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്.